ടു ലിറ്റിൽ ബ്രൈറ്റ് സൈഡ്. ഞങ്ങളുണ്ടല്ലോ ഇന്നൊരു ലോങ് വീക്കെൻഡ് ആണ്. അപ്പം കൂർഗിലേക്ക് പോവാണ്. ഇപ്പം ഞങ്ങൾ മൈസൂർ ഹൈവേ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാനൊരു കുട്ടിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ഞാൻ വ്ളോഗ് ഇതിന് മുന്നേ എടുത്തിട്ടില്ല മര്യാദക്ക്, എനിക്ക് എടുക്കാനും അറിയാൻ പാടില്ല. പക്ഷേ ഇതൊരു എക്സ്പെരിമെന്റ് ആയിരിക്കും. ഞാൻ ട്രൈ ചെയ്യും ഒരു വ്ളോഗ് എടുക്കാൻ. എന്നിട്ട് എടുത്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത് കാണും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇന്ന് അപ്പം കൂർഗിൽ പോയി അവിടെ ഒരു കുഞ്ഞു റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പ്ലാൻ. വേറെ ഒരു പ്ലാനും ഇല്ല, പ്ലാൻസ് ഉണ്ടാക്കിയിട്ടില്ല. ഓൺ ദ വേ പ്ലാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ അപ്പോ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും കഴിക്കുന്ന ഫുഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു സംഭവമായിരിക്കും ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ആയിരുന്നു തോന്നുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. സോ വണ്ടി കയറിയപ്പോൾ മുതൽ ഇങ്ങനെ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിക്കുമായിരുന്നു. ആൻഡ് വിത്തിൻ 1 hour എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രേക്കും എടുത്തു. ആൻഡ് റോഡ് ട്രിപ്പിൻ്റെ ഗുണമാണ് ദിസ് ജേർണി വുഡ് ഹാവ് ഇറ്റ് ഓൾ. നല്ല നല്ല റോഡുകളും നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള കുറേ അധികം കാഴ്ചകളും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ പാക്ക് ചെയ്ത ധാരാളം ഫുഡും, നമുക്കിഷ്ടമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കണ്ട് മുമ്പോട്ട് പോകുമ്പം ഇറ്റ്സ് സ്പെഷ്യൽ. ആൻഡ് ഇൻ 3 hours we reached this place. ഇത് നാമോഡ്രിലിംഗ് മൊനാസ്ട്രി ആണ്, ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ പറയും. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ പ്ലേസ്. കുറേ ലാമമാർ ജീവിക്കുന്ന അവരുടേതായിട്ടുള്ള ലൈവ്ലിഹുഡൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നൊരു കുട്ടി സ്ഥലം. വി എക്സ്പ്ലോർഡ് ദെയർ, ഇച്ചിരി ഹാഡ് ദെയർ ഫുഡ്, അവർ കുക്ക് ചെയ്ത ഫുഡ്. ആൻഡ് അവിടെ കുറച്ച് നേരം എല്ലാം വൈബൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വി ബിഗാൻ ആ ജേർണി അഗൈൻ. കൂർഗ് അടുക്കും തോറും റോഡ്സ് വെർ വെരി പ്രെറ്റി. വ്യൂസും ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഗ്രീനറിയൊക്കെ ആയിട്ട്, ട്രീസൊക്കെ ആയിട്ട്. പിന്നെ ഇതൊരു സ്ലോ ജേർണി ആൻഡ് അൺപ്ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഞങ്ങളിത് ഇതുപോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. വി യൂസ് ടു സ്പെൻഡ് ടൈം ദെയർ. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളെല്ലാം ക്യാപ്ചർ ചെയ്ത് അതിനെയൊക്കെ പറ്റി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് വി ആർ അബൌട്ട് ടു റീച്ച് ആ ഡെസ്റ്റിനേഷൻ. വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഉള്ള വഴിയൊക്കെ ആയിരുന്നു, പക്ഷേ മാപ്പ് ഉള്ളത് കൊണ്ടും പോളുള്ളത് കൊണ്ടും ഞങ്ങൾ രക്ഷപ്പെട്ടു. ആൻഡ് വി റീച്ച്ഡ് ആർ ഡെസ്റ്റിനേഷൻ. ഭയങ്കര സിമ്പിൾ ആൻഡ് നേച്ചറായിട്ട് ഭയങ്കര ഇൻ്റർട്വൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. നല്ലൊരു വെൽക്കമൊക്കെ കിട്ടി. കുറച്ച് നേരം അവിടുത്തെ ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വി മെയ്ഡ് എ വേ ടു ആർ കോട്ടേജ്. നല്ല റൂംസ് ആയിരുന്നു കേട്ടോ. ഈ റൂമിന് ഒരു വലിയ ബാൽക്കണി ഉണ്ടായിരുന്നു. ആൻഡ് വി ലവ്ഡ് ദിസ്. ആൻഡ് ഈ ഒരു ബാൽക്കണി നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കുറേ കാണും. ഈ ഒരു സമയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു. ആൻഡ് വി ഓർഡർഡ് സം ലഞ്ച്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ബിരിയാണിയുടെ സൈഡ് ആൻഡ് ചില്ലി പെപ്പർ പോർക്ക്. എനിക്ക് പൊതുവെ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോസ് ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി കഴിച്ചൊരു സാധനമാണ്. സോ ഐ വോണ്ട് ദിസ് ഹിയർ. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് വി സ്ലെപ്റ്റ് ഫോർ ഐ ഡോണ്ട് നോ ഹൗ മെനി hours. അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റു, അവിടെയുള്ള വ്യൂസൊക്കെ കണ്ടു, കള്ളക്കളി കളിക്കുന്നതൊക്കെ പിടിച്ചു. ആൻഡ് വി വെൻറ്റ് ടു സംവെയർ സ്പെഷ്യൽ. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളിപ്പം അവിടുന്ന് കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞ് നടക്കും ഇങ്ങനെ. അപ്പോൾ ഇവർക്ക് ഈവനിങ് ഇങ്ങനെ ഒരു റിവർ വാക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇവിടെ അടുത്തേതൊരു റിവറിൽ. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ നല്ല രസം. ഇവിടെ അങ്ങനെ ഒച്ചപ്പാട് ബഹളോ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല. സോ ഇറ്റ്സ് നൈസ്. റിസോർട്ടിലെ ഈ അങ്കിളാട്ടോ ഞങ്ങളെ കൊണ്ടുപോയത് ഇങ്ങോട്ട്. ആൻഡ് പോകുന്ന റൂട്ടൊക്കെ ഇറ്റ് വാസ് വെരി വെരി പ്രിറ്റി. നല്ല നല്ല വ്യൂസൊക്കെ കണ്ടാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാപ്പിയുടെ കുരു ഒക്കെ ആക്ച്വലി അവർ ഡിസംബർ ആകുമ്പോൾ ഓൾറെഡി എടുത്തു, ഹാർവസ്റ്റ് ചെയ്തു. പിന്നെ അവർ അടുത്ത ഇതിലേക്കുള്ള പൂവുണ്ടായി വരുന്നതേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ കഥ കേട്ടും പറഞ്ഞുമൊക്കെ ഞങ്ങൾ ഫൈനലി ആ ഒരു കുട്ടി റിവറിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇറ്റ് വാസ് എ വെരി പ്രെറ്റി റിവർ. ഇതൊരു പബ്ലിക് റിവറാണ്, പക്ഷേ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല.
ആൻഡ് ദ വാട്ടർ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറായിരുന്നു. ലൈക്ക് നമുക്ക് താഴെ ശരിക്കും കാണാമായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ നേരം ഇരുന്ന് ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് ചുറ്റുമുള്ള ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ആണെങ്കിലും കേട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്കുണ്ടല്ലോ റിവറിൽ ഇറങ്ങണം കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല അതിന്. സോ അത് കാരണം അത് സ്കിപ്പ് ചെയ്തു ഫോർ ടൈം ബീയിങ്. പക്ഷേ ഞങ്ങൾ ടാറ്റ പറഞ്ഞു, ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു പോയി. ഇതായിരിക്കും ഇന്നത്തെ പീക്ക് എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് തെറ്റി. ബിക്കോസ് ഞങ്ങൾ നെക്സ്റ്റ് പോയ സ്ഥലം വാസ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ. ഹായ്, ഞങ്ങളുണ്ടല്ലോ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു പോണ്ടിൽ വന്നേക്കാം. ഇറ്റ് ലുക്സ് സർറിയൽ. ഓക്കെ, ഇറ്റ്സ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻസ്. ഭയങ്കര ഒരു ഡ്രീമി ഒരു വൈബാണ്. മേ ബി സമയം ഒരു എനിക്കൊന്ന് 6:30 സൺസെറ്റിൻ്റെ സമയമൊക്കെ ആവാറായി. അതുകൊണ്ടാണോ എന്നറിയില്ല, ഓർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ചുറ്റുള്ള ഒച്ചകളൊക്കെ കാരണമാണോ എന്നറിയില്ല. ഇറ്റ് ലുക്സ് സോ ഗുഡ്. ഞങ്ങൾക്ക് ഭ്രാന്തായെന്ന് വിചാരിക്കരുത്, പക്ഷേ ദിസ് വാസ് എ വെരി സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടോ, ചുറ്റും മല, മുകളിലൊരു മൂൺ ആൻഡ് നമുക്കായിട്ടുള്ളൊരു കൊട്ടവഞ്ചി. നമുക്കിങ്ങനെ തുഴഞ്ഞിങ്ങനെ നടക്കാം. ഐ തിങ്ക് ദീസ് ആർ ദി എക്സ്പീരിയൻസസ് ദാറ്റ് വി ലിവ് ഫോർ. ഇറ്റ് വാസ് ട്രൂലി സ്പെഷ്യൽ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ വന്നു. കുറച്ച് നേരം കിടന്നു. 8:30 അപ്പോൾ തിരിച്ച് പോയി ഭക്ഷണം കഴിക്കാൻ പോയി. ഇന്നലെ ഞാൻ ഫോൺ മാറ്റി വെച്ചു, അത് കാരണം അങ്ങനത്തെ ഒന്നും എടുത്തില്ല. പക്ഷെ ഞങ്ങൾ ഇന്നലെ എന്താ കഴിച്ചത്? ഞങ്ങൾ ഇന്നലെ ഫുൾ കേം ചെട്ടിനാട് ചിക്കൻ കറിയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഫി അല്ലല്ലോ, എന്തായിരുന്നു, കോക്കനട്ട് കസ്റ്റേർഡ് വിത്ത് ബനാന കാരമൽ കഴിച്ചു. അടിപൊളി ഒരു ഡെസേർട്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. വായിക്ക് ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു ഇത് കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നു. സിനിമയൊക്കെ കാണണമെന്ന് വന്നു, പക്ഷെ ഞാൻ നേരെ കിടന്നുറങ്ങി. ക്ഷീണമായിരുന്നോ അതോ എൻ്റെയൊക്കെ ഒരു മൂഡിലും കിടന്നുറങ്ങിയാണെന്ന് അറിയത്തില്ല. ബട്ട് ഇറ്റ് വാസ് നൈസ്. നല്ല സ്ലീപ്പായിരുന്നു. അല്ലേ, കുറേ സ്വപ്നം കണ്ടു, പക്ഷെ നല്ല സ്ലീപ്പായിരുന്നു ഇന്നലെ. അങ്ങനെ ഇന്നിങ്ങനെ രാവിലെ എണീറ്റപ്പം ഇതൊക്കെയാണ് ഇങ്ങനെ കണ്ടത്. ഇനി ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ നേച്ചർ വാക്കിന് പോകും. അതിന് പോകും. ഇപ്പം പോൾ തോംസനെ കൊണ്ട് ഞാൻ കാപ്പി ഉണ്ടാക്കിപ്പിക്കുകയാണ്. പോൾ തോംസൺ, നോക്കൂ, പോൾ തോംസൻ്റെ കാപ്പി കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ആൻഡ് നോട്ട് എ സർപ്രൈസ്, പോൾ തോംസൻ്റെ കാപ്പി വാസ് ആക്ച്വലി ഗുഡ്. ഇവിടുത്തെ കാപ്പിക്ക് ഒരു നാടൻ ഫ്ലേവറാണ് കേട്ടോ, പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത തരം ഒരു നാടൻ ഫ്ലേവർ അല്ല. ഇറ്റ്സ് ആക്ച്വലി സൂത്തിങ്. മേ ബി അവരുടെ ഓൺ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കോഫി ആയിരിക്കും. ആൻഡ് വി ലവ്ഡ് ഇറ്റ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ബേർഡ് വാച്ചിങ്ങിനായിട്ട് ആട്ടോ പോയത്. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ആൻഡ് ദറ്റ് ഗൈ വാസ് റിയലി ടാലൻറ്റഡ്. പുള്ളിയുടെ കഴിവും ഞങ്ങളുടെ കയ്യിലുള്ള ബൈനോക്കുലറും കാരണം ഞങ്ങൾ കുറേ ബേർഡ്സിനെ സ്പോട്ട് ചെയ്തു. ആൻഡ് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് ഞങ്ങളൊരു 1.5 hours നടന്നു. ഇറ്റ് വാസ് എ വെരി നൈസ് ആൻഡ് സൂത്തിങ് എക്സ്പീരിയൻസ്. ഹായ്, നല്ല ഒരു നേച്ചർ വാക്കും ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു ഫുൾ കോഫി പ്ലാന്റേഷൻ ആട്ടോ, വിത്ത് വാട്ട് യു ക്യാൻ സീ. എനിക്കിവിടെ നിൽക്കുമ്പോൾ ഇപ്പം 1 yearൽ ഒരു 7 days കോഫിയുടെ ഫ്ലവർ വിരിയത്തുള്ളൂ. ആൻഡ് ആ ഒരു 7 daysൻ്റെ ഇടയിലാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ആൻഡ് ഒരു ഭയങ്കര മണമാണ്, ഫുൾ എന്താ ഒരു പൂവിൻ്റെ മണമാണ്. അതിൽ ക്വിക്ക്ലി ഷോ യു ദ പൂ. ഓക്കെ, നിങ്ങൾ കുറേ കണ്ടു ഓൾറെഡി എന്ന് എനിക്കറിയാം, ബട്ട് ഐ ക്വിക്ക്ലി ഷോ യു ദ പൂ. സോ ദിസ് ഈസ് ദ പൂവ്. ആൻഡ് ഇറ്റ് സ്മെൽസ് ലൈക്ക് ശരിക്കും ജാസ്മിൻ്റെ മണം. ഭയങ്കര നല്ലൊരു റിഫ്രഷിങ് മണമാണ്.
അങ്ങനെ നേച്ചർ വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് സ്പ്രെഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വി വെൻറ്റ് ബാക്ക് ടു അവർ കോട്ടേജ്. ഈ ട്രിപ്പിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുക. രണ്ടാമത്തത് ഫോണൊന്നും ഇല്ലാണ്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണിത്. സ്വിഗ്ഗിയിൽ നിന്ന് അഡൽട്ട് കളറിംഗ് ബുക്ക് വാങ്ങിച്ച് ഞങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ഭയങ്കര രസമുള്ള ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഇതൊന്നും ഞങ്ങൾ നോർമലി ചെയ്യാറില്ല, പക്ഷേ ഐ തിങ്ക് വി ഷുഡ് ഡു ഇറ്റ് മോർ ഓഫൻ. അങ്ങനെ 1 to 2 hours കൊണ്ട് ഞങ്ങൾ പടം വരച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഉച്ചയായി, ഞങ്ങൾക്ക് വിശന്നു. സോ വി ഓർഡേഡ് സംതിങ് ഇൻ. ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരുന്നത് കൊണ്ടും ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊരു സ്പാ ബുക്ക് ചെയ്തേക്കുന്നത് കൊണ്ടും വി കെപ്റ്റ് ഇറ്റ് റിയലി ലൈറ്റ്. ഹായ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ, ഒരു സ്പാ ചെയ്യാൻ വേണ്ടി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകത്തുള്ളൂ, പക്ഷെ പോകുമ്പം ഇതുപോലൊരു സ്പാ ചെയ്യുന്നത് ഒരു രസമാണ്. സോ ശ്വാസം കിട്ടുന്നില്ല. ഈ റിസോർട്ടിൽ ഫുള്ള് കയറ്റമാണ്, കയറി ഇറങ്ങുക. പക്ഷെ നല്ല കേട്ടോ, കഴിച്ചൊക്കെ ദഹിക്കും അങ്ങനെ. അപ്പം ആയുർവേദിക് എന്തോ സ്പായാണ്, അത് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങൾ മാത്രമുള്ളൂ ഇപ്പോൾ ഈ റിസോർട്ടിൽ. നാളെ വീക്ക് ഡേ ആണല്ലോ, മൺഡേ ആണ്. എനിക്കൊന്ന് മിക്കവരുടെയും ലോങ് വീക്കെൻഡ് ആയിട്ടല്ല, മിഡ് ഡേ ആയിട്ടാണ് ഹോളിഡേ ഒക്കെ അവധി കൊടുത്തത്. അത് കാരണം എനിക്കൊന്ന് എല്ലാവരും തിരിച്ചുപോയി. അങ്ങനെ ഇപ്പം ഈ ഹോൾ റിസോർട്ട് നമുക്ക് വേണ്ടി മാത്രം. വേറെ ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ, പക്ഷെ അവരെന്തോ പുറത്തു പോയേക്കാം. അങ്ങനെ പോൾദേ മണ്ടയ്ക്ക് കയറുന്നു, ഞാൻ ദേ ഇങ്ങനെ നടക്കുന്നു. സോ ഈ സ്പാ കഴിഞ്ഞ് കാണാം. ഓക്കെ, ഞങ്ങൾ സ്പാ ചെയ്തു കേട്ടോ. അഭ്യങ്ക എന്ന് പറഞ്ഞൊരു സ്പായാ ചെയ്തത്. നല്ലതായിരുന്നു, നല്ലൊരു സുഖമായിരുന്നു. എൻ്റെ വിമൻ്റെ സ്പായുടെ ഏരിയ അടിപൊളിയായിരുന്നു. അവിടെ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിരുന്നു. നമുക്കിങ്ങനെ ചെയ്ത് തരുമ്പോൾ നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ കണ്ട് താഴെ ഇങ്ങനെ അരുവി ഒഴുകുന്നതും മുകളിലെ മലയൊക്കെ കാണായിരുന്നു. സോ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് ബോഡി അങ്ങ് റിലാക്സ് ആയി. പക്ഷെ നല്ല ഓരോ ഉറക്കം വരുന്നത്, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. നമ്മളൊന്ന് കുറേ റിലാക്സ് ചെയ്തുല്ലോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഇവിടെ അടുത്തൊരു 3 kilometers അവേ ഒരു കൊട്ട അബേ ഫോൾസ് എന്ന് പറഞ്ഞൊരു, നമ്മുടെ നോർമൽ അബേ വാട്ടർഫോൾസ് അല്ല, ഇത് കൊട്ട അബേ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ട്. കൊട്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്നല്ലായിരിക്കും. അപ്പം അവിടെ പോവാണ്. അങ്ങനെ വെറുതെ ഒരു ഡ്രൈവിന് പോയിട്ട് തിരിച്ചു വരാന്നുള്ളൂ. ഈ ട്രിപ്പിൻ്റെ ഗുണം ഇതാണ്, നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഇന്നത് ചെയ്യണം എന്നുള്ളൊരു റഷില്ല, ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു സംഭവമാണ്. ആൻഡ് ഞാൻ ഇങ്ങനത്തെ ട്രിപ്സിന് അങ്ങനെ യൂഷ്വലി പോയിട്ടില്ല. ഞാൻ എപ്പോഴും എവിടെയെങ്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അടുത്തത് ഇത് ചെയ്യണം, അങ്ങനെ ഐറ്റിനറി വെച്ചിട്ടാണ് പോകുന്നത്. ബട്ട് ദിസ് ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നൈസ്. ഞാനല്ല, ബട്ട് ഇറ്റ്സ് എഗെയിൻ നൈസ്. അങ്ങനെ സോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസും ടീയും കുടിച്ചു. കഴിപ്പും കൊടുപ്പുമാണല്ലോ മെയിൻ. സോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊട്ടയബേ ഫോൾസിലേക്ക് പോവാണ്. വെൽഷോടെ വെള്ളം പൊതുവെ കുറവായിരുന്നു, പക്ഷേ ദ വാട്ടർഫോൾ ഇൻ ഇറ്റ്സെൽഫ് വാസ് ഭയങ്കര പ്രെറ്റി. സോ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് അക്രോസ് കൂർഗ് ഒരു ക്വിക്ക് ഡ്രൈവിന് പോയി. ഞാൻ ഓടിച്ചു വെച്ചിട്ട് നേരം ആ മലയുടെ ഇടയിൽ കൂടെ. ആൻഡ് വി കെയിം ബാക്ക് ടു ദ കോട്ടേജ്, ഹാഡ് എ ഹെവി ഡിന്നർ ടു ബി ഓണസ്റ്റ്, ആൻഡ് കിടന്നുറങ്ങി. ടുഡേ ഈസ് എ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ഇൻ കൂർഗ്. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് രാവിലെ ഞാൻ ഇച്ചിരി നേരത്തെ എണീറ്റു. ആൻഡ് ഐ തോട്ട് ഐ സ്പെൻഡ് സം ടൈം വിത്ത് നേച്ചർ. അച്ചച്ച കിടന്നുറങ്ങുമായിരുന്നു, ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ബാൽക്കണിയിലേക്ക് പുറത്ത് വന്നിട്ട് ആ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ആ ജാസ്മിൻ്റെ സ്മെല്ലൊക്കെ
ലൈക്ക് ശരിക്കും ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഐ സ്പെൻഡ് സം ടൈം ദെയർ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ സീ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഹിയർ. ഞങ്ങൾ അങ്ങനെ ഇന്നലെ നൈറ്റ് ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി. പക്ഷെ അതെല്ലാവരും ഞങ്ങൾ കഴിച്ചു. ഒരു സിനിമ കാണാൻ വേണ്ടി ഇരുന്നു. പക്ഷെ ഞങ്ങൾ കിടന്നുറങ്ങി. സ്പായൊക്കെ ചെയ്തല്ലേ, കിടന്നുറങ്ങിയത് കാരണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് അച്ഛൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ ഇച്ചിരി നേരത്തെ എണീറ്റ് ബേർഡ്സിൻ്റെ ഒച്ച കേൾക്കാൻ പുറത്ത് വന്നു. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ ബേർഡ് വാച്ചിങ്ങിന് കണ്ട കുറേ ബേർഡ്സിൻ്റെ സൗണ്ട് കേട്ടു. ഒരെണ്ണത്തിനെ മാത്രം സ്പോട്ട് ചെയ്തു, ബാക്കിയൊന്നും സ്പോട്ട് ചെയ്തില്ല. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. പക്ഷേ നമ്മൾ സമ്പാദിക്കുന്നതൊന്നും പോരാ ഇതിനെന്ന് അച്ഛൻ പറഞ്ഞു. സോ ഞങ്ങൾ കുറച്ച് നാൾ കൂടി സമ്പാദിച്ചിട്ട് പിന്നെയും ചിലവാക്കാൻ വരുന്നതായിരിക്കും. അങ്ങനെ. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാണ്ട് വരുന്നത് ഇസ് വെരി നൈസ്. ഇറ്റ് വിൽ റിമൈൻഡ് യു എത്ര അടിപൊളിയാണ് ലൈഫെന്ന്. നമ്മൾ കാണുന്ന ബാംഗ്ലൂരും ട്രാഫിക്ക് മാത്രമല്ല, അതിലും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ ലോകത്തുണ്ട്. ഇറ്റ്സ് അബൌട്ട് എ ചോയ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലേ. നമ്മുടെ ചോയ്സാണ് ബാംഗ്ലൂരിൽ പോയിരിക്കണം. പക്ഷെ ഇവിടെ കുറേ മനുഷ്യരുണ്ട്, വേറെ ഇതവരുടെ ലൈഫ് സ്റ്റൈലാണ്, ലൈവ്ലിഹുഡായിട്ടുള്ളവരുണ്ട്. So yeah, at the end of the day, it's a choice. Yeah, but my point is, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ ഒരംശം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്താൽ ഇറ്റ്സ് നെവർ ബാഡ്, ബിക്കോസ് ഇറ്റ് റിമൈൻഡ്സ് യു ഹൗ ഗുഡ് ലൈഫ് ഇസ് ഓൺ ദി അതർ എൻഡ്. ഓക്കെ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇനി വലിയ പ്ലാനൊന്നും ഇല്ല. ചിലപ്പം അന്ന് നമ്മൾ റിവർ കണ്ടില്ലേ, അവിടെ വരെ പോവായിരിക്കും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞ് പോകും. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ചാച്ചന് എന്തെങ്കിലും പറയാനുണ്ടോ? തലയാട്ടിട്ടോ? ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നു. പറയാനുണ്ടെന്നാണോ? പറയാനില്ലാന്ന്. എല്ലാം ഞാൻ പറഞ്ഞു. എന്നാലും എന്തെങ്കിലുമൊക്കെ പറ. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി, ബിക്കോസ് വി ആർ ചെക്കിങ് ഔട്ട് ടുഡേ. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ അന്ന് കണ്ട റിവറിലേക്ക് ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ സ്റ്റോൺ ടവേഴ്സൊക്കെ ഉണ്ടാക്കിയിരുന്ന് റിവറിനോടും ബൈ പറഞ്ഞിട്ട് വി ആർ ഹെഡിങ് ബാക്ക് ടു അവർ കോട്ടേജ് അഗൈൻ. ഇപ്പം തിരിഞ്ഞ് ട്രിപ്പിനെ പറ്റി ആലോചിക്കുമ്പോഴുണ്ടല്ലോ, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് വെരി ഹാപ്പി ദാറ്റ് വി ടുക്ക് ഇങ്ങനൊരു ബ്രേക്ക്. മേ ബി കുറച്ചും കൂടി ലക്ഷറി റിസോർട്ടിലെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മേ ബി കുറച്ചും കൂടി ടൂറിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും വി കം ബാക്ക് എക്സോസ്റ്റഡ്. പക്ഷേ ലൈഫിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രേക്സ് വേണം, വേറൻ വി ആക്ച്വലി ഡു നത്തിങ്. ബിക്കോസ് ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം റാദർ ദാൻ ബീങ് എക്സോസ്റ്റഡ് വി വർ റീചാർജ്ഡ്. So yeah, I think that's the beauty of such trips. And yeah, I think this is the end of the video. We headed back Bangalore, headed back home with a lot of memories. And thank you for watching it up until here. And if you like the video, subscribe.